ഷലോം സഹോദരങ്ങളെ, ഷബാത്ത് ഷലോം. ശബത്ത് ആചരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടാണ് എൻ്റെ ഈ ചോദ്യം. അതായത്, നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി അറിയുമോ? ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഞങ്ങൾക്ക് എന്താണ് ശക്തി, ഞങ്ങളൊക്കെ സാധാരണ മനുഷ്യരല്ലേ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ ആദ്യം തന്നെ മനസ്സിലാക്കണം. നിങ്ങളുടെ ശക്തി മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങളെ തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ശക്തി അറിയണം. ആ വല്ലഭത്വം അത് നമുക്ക് നിർവചിക്കാനായിട്ട് സാധ്യമല്ല. അത് നിങ്ങൾക്കറിയാം അല്ലേ? പക്ഷേ അതൊന്ന് അറിയാൻ നിങ്ങൾ ശ്രമിക്കണം. ചില കാര്യങ്ങൾ അപ്രാപ്യമാണെന്ന് തോന്നുമ്പോൾ പലരും പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. ദൈവം അനിർവചനീയമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെക്കുറിച്ച് പലരും അറിയാൻ ശ്രമിക്കാറില്ല. ഞങ്ങൾക്കതൊന്നും മനസ്സിലാവില്ല. അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പലതും ഇന്ന് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ജനതയാണ്. അതുകൊണ്ടാണ് കൂടുതൽ നിരീശ്വരന്മാർ ഈ ലോകത്ത് പെരുകുന്നത്. അവർക്കറിയാത്ത അല്ലെങ്കിൽ അപ്രാപ്യമായ പല കാര്യങ്ങളും ഇല്ല എന്നവർ വിശ്വസിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ദൈവം സൃഷ്ടിച്ചതാണ് ഈ ലോകത്തുള്ള എല്ലാം അല്ലേ? സൂര്യൻ, ചന്ദ്രൻ, സർവശക്തികളും, ആകാശം, ഭൂമി, പ്രകൃതി, വെള്ളം എല്ലാം. അതിൽ ഓരോന്നിനെ നിങ്ങൾ എടുത്തു നോക്കി, ഓരോന്നിനെയും എടുത്ത് ശക്തി ഒന്ന് ഓർത്തു നോക്കി, എത്ര വലുതാ അല്ലേ? അപ്പോൾ ഇതെല്ലാം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾ ഓർത്തു നോക്കിയിട്ടുണ്ടോ? അതായത് ദൈവം സൃഷ്ടിച്ചതാണ് ഈ പ്രപഞ്ചം അല്ലേ? അപ്പോൾ ഈ പ്രപഞ്ചം എന്നത് ദൈവത്തിൻ്റെ ഒരു അംശമാണ്. ഈ പ്രപഞ്ചത്തിൽ ദൈവം ഒതുങ്ങി നിൽക്കുന്നു എന്നല്ല, ദൈവത്തിൽ ഈ പ്രപഞ്ചം നിൽക്കുന്നു എന്നാണ്, ഒരംശം മാത്രമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ യഥാർത്ഥ ശക്തി, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാതെ ദൈവത്തിൻ്റെ സൃഷ്ടിയെ കണക്കാക്കുന്നവരുടെ കാര്യം ഇപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. ഉദാഹരണമായിട്ട് സൂര്യനെ ദൈവമാക്കി കണക്കാക്കുന്ന കുറേ പേരുണ്ടല്ലേ, സൂര്യൻ്റെ ശക്തിയിൽ മാത്രം വിശ്വസിക്കുന്നവർ. പക്ഷേ ആ സൂര്യനെയും സൃഷ്ടിച്ച ദൈവത്തെ ഓർത്തു നോക്കിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ കൂട്ടു സഹോദരങ്ങളുടെ കാര്യമല്ല പറയുന്നത്. കൂട്ടു സഹോദരങ്ങൾ അവരുടെ വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടി മറ്റുള്ളവരെ ഉദാഹരിച്ച് പറയുന്നതാണ്. ഇപ്പം മണ്ണ് കൊണ്ട് അല്ലെങ്കിൽ കല്ല് കൊണ്ട് മണ്ണ് കുഴച്ചൊക്കെ ഉണ്ടാക്കിയ ഓരോ ദൈവരൂപങ്ങളെ അതിൽ ശക്തിയുണ്ട് എന്ന് വിചാരിച്ച് കുമ്പിടുന്നവരുടെ കാലമാണെന്ന് അല്ലേ? പ്രപഞ്ച ശക്തികളെ ദൈവമാക്കി കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം. അതിലും താഴെയാണ് വിദ്യാസമ്പന്നന്മാർ, ഈ കല്ലിനെയും മണ്ണിനെയും ഒക്കെ ദൈവമാണെന്ന് വിചാരിച്ച് കുമ്പിടുന്നവരല്ലേ? എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി യഥാർത്ഥ ദൈവത്തെ പിടിവിടാതെ എത്ര കഷ്ടപ്പാട് വന്നാലും മുറുകെ പിടിച്ച് ഇന്ന് സ്വസ്ഥതയിലേക്ക് വന്ന ഇസ്രായേൽ മക്കൾ അല്ലേ? ആ യഹൂദനെ പിന്തുടർന്ന് യഥാർത്ഥ ദൈവത്തെ മനസ്സിലാക്കിയ നമ്മൾ. അപ്പം അത് മാത്രമല്ല, നമ്മുടെ സ്പെഷ്യൽ എന്താന്ന് വെച്ചാൽ യഹൂദരെക്കാൾ ഉപരി ദൈവം മനുഷ്യനായി വന്ന യേശുവായെ തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ. അപ്പം നമ്മുടെ സവിശേഷത നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ലോകത്ത് 700 കോടി ജനങ്ങളുണ്ടായിട്ടും ഒരുപോലെ അവരെല്ലാവരും ഒരേ വഴിക്ക് പോയിട്ടും തിരിഞ്ഞു നടക്കാനുള്ള ആ ഒരു ധൈര്യം, നമ്മുടെ നിത്യരാജ്യത്തിലെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, ആ ശാശ്വതമായ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലെ സ്വസ്ഥത ഞങ്ങൾക്ക് വേണ്ട എന്ന് നിശ്ചയിച്ച ദൈവത്തിൻ്റെ ഭടന്മാർ, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഭൂമിയിലെ സേനകൾ അല്ലേ? അതാണ് നാം. ശബത്ത് ആചരിക്കുന്നവരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പം നാമും ശിഷ്യരെ പോലെ തന്നെ ആ സദ്വർത്തമാനം കേട്ടവരാണ്. പക്ഷെ കേട്ടവരിൽ വിശ്വാസം പരിണമിക്കണമെന്നില്ല. അതായത് പരിണമിച്ചില്ല എങ്കിൽ കേട്ട വചനം അവർക്ക് ഉപകാരമായി വരില്ല എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കേട്ട് വിശ്വസിച്ച നമ്മളാണ് സ്വസ്ഥതയിൽ പ്രവേശിക്കാനിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വസ്ഥത അല്ലേ? അതെന്താ? ശബത്ത്, 7-ാം ദിവസത്തെ സൃഷ്ടി. 7-ാം നാളിൽ അവിടുന്ന് സകല പ്രവൃത്തിയിൽ നിന്നും നിവൃത്തനായി എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? ഹെബ്രായർക്കെതി ലേഖനം 4:7 ഇന്ന് അവിടുത്തെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ
നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു. ആകയാൽ ദൈവജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. അവിടെ അങ്ങനെ എഴുതിയേക്കാം. അപ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവർ നിത്യരാജ്യത്തിലും സ്വസ്ഥതയിൽ പ്രവേശിക്കും. അതിനുള്ള ക്ഷണക്കത്താണ് ശബത്ത്. അപ്പോൾ ഈ ഇൻവിറ്റേഷൻ ലെറ്റർ മുറുകെ പിടിച്ചിരിക്കുന്ന എൻ്റെ എല്ലാ ആത്മീയ സഹോദരങ്ങൾക്കും ശബത്ത് ശലോം. എല്ലാവരും ആത്മാവിനാൽ സൗഖ്യമുള്ളവരായിരിക്കുന്നു, ദൈവകൃപയാൽ ആത്മാവിനാൽ സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം യെരുശലേമിൻ്റെ ഉദയത്തെക്കുറിച്ചാണ്. യെരുശലേമിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഒരുപാട് പേർക്കൊക്കെ അറിയാം, യെരുശലേം എന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു മനസ്സിൻ്റെ കുളിര് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അല്ലേ? ഓരോരുത്തർ എടുത്ത് നോക്കിക്കോ. കാരണം എന്താ? നാം സത്യങ്ങൾ അറിഞ്ഞവരാണ്. മറ്റുള്ളവരെ സംബന്ധിച്ച് യെരുശലേം എന്ന് കേൾക്കുമ്പോൾ അതൊരു പുണ്യസ്ഥലം, യേശുവായി ചരിത്രമുറങ്ങുന്ന മണ്ണ് എന്നൊക്കെ മാത്രമേ തോന്നുള്ളൂ. ഇന്ന് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന പലർക്കും അതിൻ്റെ മഹത്വം അറിയില്ല സഹോദരരെ. അവർ പലരും പൈസയ്ക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യാൻ പോകുന്നവരാ. എന്നാൽ നമ്മെ സംബന്ധിച്ച് യെരുശലേമിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അവിടെ ഒന്ന് എത്തിച്ചേരാൻ കൊതിക്കും, അല്ലേ? ആ വെസ്റ്റേൺ വാൾ, ആ വിലാപ മതിൽ കാണുമ്പോഴേ നമ്മുടെ കണ്ണ് നിറയും, കണ്ണിന്ന് കുടുകുടാ ഒഴുകും. അതെന്തുകൊണ്ടാ? ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മൾ പറയും യെരുശലേമിൽ പോകുന്നതാണെന്ന് പറയൂലേ. ഇസ്രായേൽ എന്തിന് തെരഞ്ഞെടുത്തു എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾക്ക് പൈസ ഉണ്ടാക്കാനല്ല, ദൈവദൂതന് തുല്യരായ യഹൂദരെ കാണാൻ, യേശുവ നടന്ന വഴികളിലൂടെ നടക്കാൻ, ആബയുടെ സ്നേഹം മനസ്സിലാക്കാൻ, ദൈവത്തിൻ്റെ സ്വന്തം മക്കളെ ശുശ്രൂഷിക്കാൻ കിട്ടിയാൽ അത് ഭാഗ്യം തന്നെയല്ലേ? ഭൂമിയിൽ ദൈവം തിരഞ്ഞെടുത്ത ഒറ്റ സ്ഥലമുള്ളൂ, അതാണ് യെരുശലേം. അപ്പം ഇതൊക്കെയാണ് നമുക്ക് തോന്നുന്നത് യെരുശലേമിനെ കുറിച്ച് കേട്ടാൽ. ഈ ശബത്ത് ആചരിക്കുന്ന നമുക്ക്, ആബയുടെ പൊന്നു മക്കൾക്ക് യെരുശലേം എന്ന് കേൾക്കുമ്പോൾ ഉള്ളു തുടിക്കും. മറ്റുള്ളവർക്ക് പക്ഷെ അതിൻ്റെ വാല്യൂ അറിയില്ല. ഇനി എന്തുകൊണ്ടാണ് യെരുശലേം എന്ന് കേൾക്കുമ്പോൾ ഒരു ദൈവ പൈതലിന് മനം തുടിക്കുന്നത്? അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. യെരുശലേമിൻ്റെ ചരിത്രം നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ബൈബിളിൽ നമ്മൾ ഉൽപ്പത്തി വെച്ചിട്ട് നമ്മൾക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ലോക സൃഷ്ടിയിൽ ഉൽപ്പത്തി 2-ാമത്തെ അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ 10 മുതൽ 14 വരെ അവിടെ നമ്മൾക്ക് കുറച്ച് പ്രത്യേകതകൾ കാണാൻ സാധിക്കും. അവിടെ ഏദൻ തോട്ടത്തിൻ്റെ പ്രത്യേകതകളെ പറ്റിയാണ് പറയുന്നത്. തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 ശാഖകളായി പിരിഞ്ഞു. 1 പീശോൻ, 2 ഗീഹോൻ, 3 ഹിദക്കേൽ അതായത് ടൈഗ്രീസ്, 4 ഫ്രാത്ത് അതായത് യൂഫ്രട്ടീസ്. ഇത് ഉൽപ്പത്തിയിൽ പറയുന്നുണ്ട്. ഇന്നത്തെ യെരുശലേം എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ തന്നെ. ഇതിൽ നിന്ന് അതായത് 4 നദികൾ അവിടെ നിന്ന് ഒഴുകുന്നത്, നദികൾ കടലിൽ ചെന്ന് ചേരുന്നതും ഒക്കെ നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്കത് മനസ്സിലാക്കാം. എന്ത് മനസ്സിലാക്കാം? ഇന്നത്തെ യെരുശലേം ആയിരുന്നു അന്നത്തെ ഏദൻ തോട്ടം. ഇനി ഭാവിയിലെ യെരുശലേം, സെക്കരിയാവ് 14:8 അന്നാളിൽ ജീവനുള്ള വെള്ളം യെരുശലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും, അതായത് ചാവുകടൽ, പകുതി പടിഞ്ഞാറോട്ട് അതായത് മധ്യധരണയാഴി മെഡിറ്ററേനിയൻ കടലിലേക്ക് ഒഴുകുന്ന അവിടെ എഴുതിയേക്കാം. എസെക്കിയേൽ 47 1 മുതൽ 12 വരെ വായിച്ചിട്ടുണ്ടെങ്കിൽ ദേവാലയത്തിൽ നിന്ന് ഒഴുകുന്ന ജീവജല നദിയെ പറ്റി പറയുന്നു. മാത്രമല്ല വെളിപാട് 22 വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് ജീവജല നദി ഒഴുകും എന്ന് പറയുന്നു. അപ്പോൾ ഈ ബൈബിൾ വാക്യങ്ങളെല്ലാം തന്നെ നമ്മൾക്ക് സസൂക്ഷ്മം സെർച്ച് ചെയ്താൽ നോക്കിയാൽ കഴിഞ്ഞാൽ നമുക്ക് യെരുശലേമിൻ്റെ പ്രത്യേകത കാണാൻ സാധിക്കും. അതായത് അതിൻ്റെ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ: ഇന്നത്തെ യെരുശലേം ആയിരുന്നു പണ്ടത്തെ ഏദൻ തോട്ടം. നമ്മളുടെ മിക്ക സഹോദരങ്ങൾക്ക് അതറിയാം, ഞാൻ മുൻപും അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഉൽപ്പത്തി കഴിഞ്ഞ
നമുക്ക് ന്യായാധിപന്മാർ 19-ാം അധ്യായത്തിൽ, ഞാൻ ബൈബിളിലെ ഹിസ്റ്ററിയാണ് പറയണത് യെരുശലേമിനെ പറ്റി, 10 മുതൽ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ എഴുതിയിട്ടുണ്ട്, യെരുശലേം എന്ന യെബൂസിന് സമീപം എത്തിയെന്ന്. അതായത് ഇസ്രായേലിൽ രാജാവില്ലാത്ത കാലത്ത് എഫ്രായിം മലനാട്ടിലെ ഒരു ലേവ്യൻ്റെ കഥ അവിടെ പറയുന്നുണ്ട്. അവിടെ അന്ന് യെരുശലേം നഗരം യെബൂസിർ എന്ന ജനവിഭാഗത്തിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ അവിടെ നമുക്കത് യെരുശലേമിനെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. യെബൂസിരായിരുന്നു അന്ന് അവിടെ താമസിച്ചിരുന്നത്. പിന്നീടാണ് ദാവീദ് രാജാവ് യെബൂസിരിൽ നിന്ന് നഗരം കീഴടക്കി ദാവീദിന്റെ നഗരമാക്കി എന്ന് നമ്മൾ 2 ശമൂവേൽ 5-ാം അധ്യായം 6 മുതൽ 9 വരെ വായിച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ ഓരോരുത്തരും എടുത്ത് വായിക്കുമ്പോഴാണ് നമ്മൾക്ക് അതിൻ്റെ ആ ഒരു ഇത് കിട്ടുള്ളൂ. നിങ്ങൾ വായിക്കണം. അവിടെ ദാവീദും ആളുകളൊക്കെ യെരുശലേമിലേക്ക് ആ ദേശത്തെ നിവാസികളായ യെബൂസ്യരുടെ നേരെ പുറപ്പെട്ടു എന്ന് നമുക്ക് കാണാം. അങ്ങനെ ദാവീദ് യെരുശലേമിനെ ഇസ്രായേലിൻ്റെ തലസ്ഥാനമാക്കി. ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം അവിടേക്ക് കൊണ്ടുവന്നു. പിന്നീട് ദാവീദിൻ്റെ മകനായ ശലോമോൻ യെരുശലേമിലെ ആദ്യ ദേവാലയം പണിതു. അതോടെ യെരുശലേമിലെ ഇസ്രായേൽ ജനങ്ങളെല്ലാവരും ആരാധനാ കേന്ദ്രമായി, പ്രധാനമായിട്ടുള്ള ഒരു ആരാധനാ കേന്ദ്രമായി. പിന്നീട് നഗരം പലവട്ടം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, പുനർനിർമ്മിച്ചിട്ടുണ്ട്. ബാബിലോണിയർ ദേവാലയം നശിപ്പിച്ചു. യഹൂദന്മാർ മടങ്ങി വന്ന് 2-ാം ദേവാലയം പണിതു. പക്ഷെ ഇതിനൊക്കെ മുൻപ് ഉൽപ്പത്തി കഴിഞ്ഞ വേണമെങ്കിൽ നോഹ, ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നോഹയുടെ കാലത്ത് നോക്കുകയാണെങ്കിൽ നോഹയുടെ മകനായ ഹാമിൻ്റെ പുത്രനായ കാനാൻ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇസ്രായേൽ. ഈ കാനാൻ ദേശം സ്വന്തം മക്കൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന ഇൻറ്റൻഷനോട് കൂടിയാണ് അബ്രഹാമിനെ ദൈവം അവിടേക്ക് കൊണ്ടുവന്നത്. ഉൽപ്പത്തി 17:8, നീ പരദേശിയായി പാർക്കുന്ന ഈ കാനാൻ ദേശം മുഴുവനും ഞാൻ നിനക്ക് തരും, നിനക്കും നിന്റെ സന്തതികൾക്കും തരുമെന്ന് ദൈവം അവിടെ പ്രോമിസ് കൊടുക്കുന്നുണ്ട്. പിന്നീട് അവിടെ നിന്ന് നമുക്കറിയാലേ യാക്കോബിൻ്റെ മക്കൾ അങ്ങനെ ജോസഫ് അങ്ങനെയൊക്കെ പോയത്. പിന്നെ മോശയിലൂടെ തൻ്റെ ജനത്തിനെ ഈ കാനാൻ ദേശത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ആ കാനാൻ ദേശത്തിനെ ഇസ്രായേൽ ദേശമാക്കി. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ദൈവം തൻ്റെ ഏദൻ തോട്ടത്തിലേക്ക് സ്വന്തം മക്കളെ തിരിച്ചു കൊണ്ടുവരികയാണ് ഉണ്ടായത്. അതാണ് ഞാൻ ഇത്ര നേരം നിങ്ങളോട് പറഞ്ഞത്. അതായത് ബൈബിളിൽ ഈ വിശുദ്ധ നഗരത്തെ സിയോൻ എന്നാണ് വിളിക്കുന്നത്. സങ്കീർത്തനം 137:5 മുതൽ നമുക്ക് വായിച്ചാൽ അറിയാലോ, നമുക്ക് കാണാപ്പാടം തന്നെയാണത്. അല്ലെങ്കിൽ നാം എല്ലാം ഇത് വലുതാക്കി എഴുതി നമ്മളുടെ വീട്ടിലൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതുമാണ്. യെരുശലേമേ, ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലം കൈ മറന്നു പോകട്ടെ. ഞാൻ നിന്നെ ഓർക്കാതെ പോയാൽ, എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ. അല്ലേ? നമുക്കറിയാം, ഇത് സുപരിചിതമാണ്. അതായത് 1948 ഇസ്രായേൽ രൂപീകൃതമായപ്പോഴും അവർക്ക് യെരുശലേം കിട്ടിയിരുന്നില്ല. പിന്നീട് 1967 6 ദിവസത്തെ യുദ്ധം കഴിഞ്ഞ് 7-ാം ദിവസമാണ് ഇസ്രായേൽ സൈന്യം ജോർദാനിൽ നിന്നും യെരുശലേമും ഓൾഡ് സിറ്റിയും വെസ്റ്റേൺ വാളും ഒക്കെ പിടിച്ചെടുക്കുന്നത്. അതിന് 6 ഡേ വാർ എന്നാണ് പറയുന്നത്. ഒരാഴ്ച കൊണ്ട് ദൈവം അത് തിരിച്ചെടുത്ത് കൊടുത്തു. 7-ാം ദിവസം അവർക്ക് സന്തോഷിക്കാൻ പറ്റി. അതൊരു ബുധനാഴ്ചയായിരുന്നു, ജൂൺ 5 എന്നാണ് കാണുന്നത്. അതായത് ഞാനിപ്പോൾ ഈ ഹിസ്റ്ററി പറയും. ഇന്ന് പല ക്രിസ്ത്യാനികൾക്കും ഈ 1967 എന്ന് പറഞ്ഞല്ലോ, അന്നാണ് അത്തി തളർത്തത് കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മർമ്മങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് പല ക്രിസ്ത്യാനികൾക്കും വെസ്റ്റേൺ വാൾ, അതായത് വിലാപ മതിൽ എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയേയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ യെരുശലേമിനെ പറ്റിയും വെസ്റ്റേൺ വാളിനെ പറ്റിയൊക്കെ പറയണത്. ആർക്കെങ്കിലും അത് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതായത് ഇന്ന് ശലോമോൻ പണിത, അതായത് ഞാൻ പറഞ്ഞല്ലോ വെസ്റ്റേൺ വാള്, ശലോമോൻ പണിത ആദ്യ ദേവാലയത്തിൻ്റെ മതിലാണ് അത് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അത് അല്ല. അതിനുശേഷം ഹെരോദ് മഹാരാജാവ് വികസിപ്പിച്ച 2-ാമത്തെ ദേവാലയത്തിനെ താങ്ങി നിർത്തിയിരുന്ന മതിലിൻ്റെ ഒരു ഭാഗമാണ്. 2-ാമത്തെ ദേവാലയം നശിപ്പിച്ചപ്പോൾ ഇത് മാത്രം അവിടെ അവശേഷിച്ചു. ദേവാലയത്തോട് ഏറ്റവും അടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് ഇതിനെ തിരഞ്ഞെടുത്തു.
ഇതിലെ കല്ലുകൾക്ക് 2040 വർഷത്തോളം പഴക്കമുണ്ട്. അതായത് നീളം പറയുകയാണെങ്കിൽ ഒരു 13.6 മീറ്റർ നീളം, 3 മീറ്ററിലധികം ഉയരമുണ്ട്, 500 ടണ്ണിലധികം ഭാരവുമുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അറിയാം അല്ലെ, ദേവാലയം ഇടുന്ന ഭാഗത്തേക്ക്, വെസ്റ്റേൺ വാളിൻ്റെ ആ ഭാഗത്തേക്ക് ദിശ നോക്കിയിട്ടാണ് നമ്മളും പ്രാർത്ഥിക്കുക. ദൈവത്തെ പൂർണ്ണമായിട്ട് ആശ്രയിച്ച ജനതയാണ് ഇസ്രായേൽ ജനത. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, യിരെമ്യാവ് 2:2 പറഞ്ഞു, നിന്റെ യൗവനത്തിലെ ഭക്തിയും നിന്റെ വിവാഹകാലത്തെ സ്നേഹവും വിതയ്ക്കാത്ത ദേശമായ മരുഭൂമിയിൽ നീ എന്നെ അനുഗമിച്ചതും എല്ലാം ഞാൻ ഓർക്കുന്നു എന്ന്. അപ്പം അതുകൊണ്ട് യെരൂശലേം ഓർത്താൽ നാം എന്തോർക്കും? വലം കൈ ഓർക്കും. വലം കൈ ഓർത്താൽ വലം കൈ പിടിച്ചിട്ടുള്ള ദൈവത്തെയും ഓർക്കും. ഇനി നാം യെരൂശലേമിനെ മറന്നാലോ? വലം കൈയും മറക്കും, വലം കൈ പിടിച്ചിരിക്കുന്ന ദൈവത്തെയും മറക്കും. പിന്നെ എന്താ സംഭവിക്കുക? അത് സങ്കീർത്തനം 50:22 പറയുന്നുണ്ട്, ദൈവത്തെ മറക്കുന്നവരെ നിങ്ങളെ ഞാൻ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാവുകയില്ല. അപ്പം അതുകൊണ്ട് ദൈവമക്കൾക്ക് യെരൂശലേം കഴിഞ്ഞിട്ടേ മറ്റെന്തൂ ഉള്ളൂ അല്ലേ? പക്ഷേ ഇതൊന്നും അറിയാത്ത ഒരു അഭിനയ ജനത, അഭിനയ വിശുദ്ധകൾ എന്നൊക്കെ വേണമെങ്കിൽ ക്രിസ്ത്യാനികളെ വിളിക്കാം. അവർക്കൊക്കെ വരാൻ പോകുന്ന നിത്യനരകം പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലേ, ദൈവം നമ്മുടെ വലം കൈ പിടിച്ചിരിക്കുന്നു എന്ന്. അത് യെശയ്യാ 41:13 അവിടെ പറയുന്നുണ്ട്, നമ്മുടെ വലം കൈ ദൈവം പിടിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും ഒട്ടും പതറേണ്ട ആവശ്യമില്ല. കാരണം എന്താ? നമ്മുടെ വലം കൈ പിടിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവാണ്. ആ ഒരു ബോധ്യം എല്ലാവർക്കും വേണം. ഞാൻ ഇത്രയൊക്കെ യെരൂശലേമിനെ കുറിച്ച് പറഞ്ഞത്, യെരൂശലേം ഏദൻ തോട്ടമാണ് എന്നുള്ള സത്യം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. പണ്ട് ഏദൻ തോട്ടം കാപ്പാനായിട്ട് ദൈവം ആദത്തെ നിയോഗിച്ചു അല്ലേ? പക്ഷെ ആദം ആ ഉദ്യമത്തിൽ പരാജയപ്പെട്ടു. സാത്താൻ ഇഴഞ്ഞു വന്ന് ആദത്തെയും ഹവ്വയെയും ഒക്കെ കബളിപ്പിച്ചു. അപ്പം അതിനാൽ ദൈവം മനുഷ്യനെ അവിടെ നിന്ന് പുറത്താക്കി കെരൂബുകളെ കാവൽ നിർത്തിയില്ലേ? ഇന്നിതാ തൻ്റെ മക്കൾക്ക് അത് തിരിച്ചു കൊടുത്തിരിക്കുന്നു. എന്തിനാണ്? ഇന്ന് ദൈവത്തിനറിയാം തൻ്റെ മക്കളെ ഭൂമിയിലെ സാത്താനെ നേരിടാൻ കേൾപ്പായി കഴിഞ്ഞു എന്ന്. എന്താ കർത്താവ് പറഞ്ഞ? യെരൂശലേമിന് ചുറ്റും തീമതിലായിരിക്കും ഞാൻ എന്ന ദൈവം പറഞ്ഞല്ലേ? അപ്പം അത്രയ്ക്ക് പ്രൊട്ടക്ഷനാണ് ദൈവം കൊടുക്കുന്നത്. ഇന്ന് യെരൂശലേമിൻ അത് കൊടുക്കുന്നുണ്ട്, നാം അത് കാണുന്നുണ്ട്. അതിന് നടുവിൽ മഹത്വമായിട്ടാണ് അവിടെ നിന്നിരിക്കുന്നത്. എന്താ കർത്താവ് പറഞ്ഞത്? യെരൂശലേമിനെ നിങ്ങളെ തൊടുന്നവർ എൻ്റെ കൃഷ്ണമണിയെ തൊടുന്നത് പോലെയാണെന്ന്. മനസ്സിലായി? അപ്പം ഇതിലും വലിയ എന്തെങ്കിലും തെളിവ് വേണോ? ദൈവം ഭൂമിയിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന ഏക സ്ഥലം യെരൂശലേമിനെയാണെന്നതിന്. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് യെരൂശലേമിന് വേണ്ടിയിട്ടും യഹൂദ ജനതയ്ക്ക് വേണ്ടിയിട്ട് ഇസ്രായേലിന് വേണ്ടിയിട്ടൊക്കെയാണ്. കാരണം എന്താ? ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഏക തെളിവാണ് യെരൂശലേം. ഈ ലോകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ 700 കോടി ജനങ്ങളുണ്ട്. അതിൽ 0.2% വരുന്ന മക്കളെ, ദൈവമക്കൾ, അത്രയേ ഉള്ളൂ യഹൂദർ. അപ്പോൾ ഇന്ന് ദൈവം ആ മക്കളെ ചിറകിൻ്റെ കീഴിൽ സംരക്ഷിക്കുന്നത് വെറുതെയാണോ? ഒരു വഴിയായി ഇസ്രായേലിനെതിരെ ചെന്നാൽ 7 വഴിയായിട്ട് ഓടിപ്പോകുന്ന പറയണേ. അപ്പോൾ ശത്രുക്കളുടെ മധ്യത്തിൽ ഇസ്രായേലിന് ദൈവം ഇട്ടുകൊടുത്തേക്കാം യുദ്ധം അഭ്യസിപ്പിക്കാൻ. ഇത്രയും കാലം യുദ്ധം അവർക്ക് പുത്തരിയേ ഇല്ല. എന്താ പറയുക, ബാലൻ ആയിരിക്കുമ്പോൾ തുടങ്ങി ഇസ്രായേലിൻ്റെ കാര്യം പറയണേ. ഇതുവരെ യുദ്ധം അഭ്യസിപ്പിച്ചിട്ടാണ് ആ അപ്പച്ചൻ ആബ അവരെ വളർത്തിയത്. എൻ്റെ രാജ്യം ഇസ്രായേലാണ് എന്ന് ദൈവം വളരെ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സീൽ അവിടെ വെക്കപ്പെട്ട് കഴിഞ്ഞു. ആ സീലാണ് ശബത്ത്. ആ സീലുള്ളവർ ഇസ്രായേലിനോട് ചേരും എന്നല്ലാതെ, അതായത് ശബത്ത് ആചരിക്കുന്ന ആ സീല് വെച്ചവർ ഇസ്രായേലോട് ചേരും എന്നല്ലാതെ മറ്റൊരുത്തനും നിത്യരാജ്യത്തിൽ കയറില്ല. സാത്താൻ അടയാളം ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തുള്ള സകല ജനത്തിനെയും. അതുകൊണ്ടാണ് എല്ലാവരും ഒരു വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്.
പക്ഷെ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ആ അടയാളം ഇടാനാവില്ല. കാരണം എന്താ? ശബത്ത് ആചരിക്കുന്ന നിങ്ങളുടെ മേൽ ഓൾറെഡി ദൈവം സീൽ വെച്ച് കഴിഞ്ഞു. കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനങ്ങളെ കൊണ്ടുപോകാനായിട്ട് ജോഷുവ വന്നല്ലേ? അത് യേശുവായുടെ നാമം ആദ്യം വെളിപ്പെട്ടതാണ്. ഇത് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നാമത്തിൽ അവിടുന്ന് ആദ്യം വെളിപ്പെട്ട് അവരെ മോചിപ്പിച്ച് കൊണ്ടുപോയി കാനാൻ ദേശത്തേക്ക്. അപ്പം അതുപോലെ തന്നെ നിത്യരാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ യേശുവ ജഡത്തിൽ വെളിപ്പെട്ടു. അതിനാൽ എന്ത് വില കൊടുത്തും 10 കൽപ്പന നിങ്ങൾ മുറുകെ പിടിക്കണം. പുറപ്പാട് 20 നമ്മൾ ശബത്തിന് നമ്മൾ പ്രാർത്ഥിക്കൂലേ? അവരടുത്ത് 1 മണിക്കൂറും 2 മണിക്കൂറൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യം ചിലവഴിക്കുമ്പോൾ ഈ 10 കൽപ്പന ഞങ്ങൾ ഇങ്ങനെ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രാവർത്തികമാക്കിയോ? 10 പോയിന്റിൽ എത്ര പോയിന്റ് കിട്ടി എന്ന് നമ്മൾ നോക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ആ കൽപ്പനകൾ തെറ്റിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആബയുടെ സ്ലേഹ പറയാം. മനസ്സിലായ? ഒന്നും തെറ്റാതെ 10 കൽപ്പന ആചരിച്ച് ശബത്ത് ആചരിച്ച് എടുത്തു പറയാൻ കാരണം പുറപ്പാട് 20 വായിച്ചു നോക്കണം. ക്രിസ്ത്യാനികളെ, നിങ്ങളെ പഠിപ്പിച്ച സഭ പഠിപ്പിച്ച 10 കൽപ്പനയല്ല. അതൊക്കെ അല്ല ആർക്കും പറ്റും. പക്ഷെ രണ്ടാമത്തെ കൽപ്പന സഭ പഠിപ്പിക്കുന്നില്ല. 4-ാം കൽപ്പന മാറ്റി അതിന് ഞായറാഴ്ചയാക്കി ശബത്ത് ആചരിക്കൽ. അപ്പം അതല്ല, കറക്റ്റ് ബൈബിളിൽ വചനം പറഞ്ഞിരിക്കുന്ന 10 കൽപ്പന മുറുകെ പിടിച്ചിരിക്കുന്ന ഒരാളും നരകത്തിൽ പോവില്ല. ആബ കൊണ്ടുപോകും അവരെ. അപ്പോൾ ദൈവത്താൽ സീൽ ചെയ്യപ്പെട്ടിട്ടുള്ള ശബത്ത് ആചരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടു സഹോദരങ്ങൾക്കും ഒരിക്കൽ കൂടി ശബ്ബാത്ത് ശലോം. ഇന്ന് ഞാൻ പറയുന്നത് വിലാപമതിലിന് വെസ്റ്റേൺ വാളിന് എന്താണ് ഹീബ്രുവിന് പറയാന്ന്. അതായത് ഹാ കോതെൽ ഹാ മറാവി അങ്ങനെയാണ് പറയാം. HAKOTEL ഹാ കോതെൽ ഹാ മറാവി HAMARAVI. ഷോർട്ട് ഫോമായിട്ട് ഹാ കോതെൽ എന്നാണ് ഹീബ്രുവിൽ വെസ്റ്റേൺ വാളിന് പറയാം. അപ്പോൾ ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും തോദ റബ്ബ. ഒരിക്കൽ കൂടി ശബ്ബാത്ത് ശലോം. തോദ.